നമുക്ക് എടുക്കാം. നല്ലൊരു പെർഫോം ചെയ്യുക എല്ലാവരും. ഒന്നാമത്തത്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഈസി ക്വസ്റ്റ്യൻ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് മാലിദ്വീപാണ് വരേണ്ടത് കേട്ടോ. മാലിദ്വീപ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കരാതിർത്തി പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? ലെഫ്റ്റ് ആയിട്ട് വാ. കരാതിർത്തി പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത് പിള്ളേരെ? ഭൂട്ടാൻ. കരാതിർത്തി പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപാണ് കേട്ടോ. ഓക്കെ, രണ്ടാം ചോദ്യം, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാ ആൻസർ? പിള്ളേരെ ഏതാ? ഓപ്ഷൻ സി മിസോറാം ആണ്. മിസോറാം ആണ് ആൻസർ. ഓപ്ഷൻ സി മിസോറാം ആണ് കേട്ടോ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാമിലാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓക്കെ, കമന്റ് ചെയ്തേ. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ. അത് ഓപ്ഷൻ ഡി ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയാണ്. ഓപ്ഷൻ ഡി ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ. ഓക്കെ, ശരി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. സാവകാശം വായിച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഉത്തരം കമന്റ് ചെയ്യുക. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ്? ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ് ചോദ്യം. കിട്ടിക്കാണും, കമന്റ് ചെയ്തേ. അത് ഓപ്ഷൻ ഡി ഹിമസാഗർ എക്സ്പ്രസ് ആണ്. ഓപ്ഷൻ ഡി ഹിമസാഗർ എക്സ്പ്രസ് ആണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. ജമ്മു കാശ്മീരിൽ ഹിമം മഞ്ഞല്ലേ? ജമ്മു കാശ്മീരിൽ ഹിമം മഞ്ഞാണ്. അതുപോലെ തന്നെ കന്യാകുമാരിയില് കടലാണ്. കന്യാകുമാരിയിൽ കടൽ സാഗറാണ് അല്ലേ? അപ്പൊ ആ രീതിയിൽ ഹിമസാഗർ എക്സ്പ്രസ് എന്ന് എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക കേട്ടോ. ഹിമസാഗർ എക്സ്പ്രസ് കേട്ടോ. ഹിമസാഗർ എക്സ്പ്രസ് ആണ് ജമ്മുവിനെയും കന്യാകുമാരിയെ ബന്ധിപ്പിച്ചിട്ടുള്ള ട്രെയിൻ സർവീസ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രേഖാംശ രേഖയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് ചോദ്യം. ഓക്കെ, സമയനിർണയത്തിന് ആധാരമാകുന്നു, സമയമേഖലകളായി തിരിച്ചറിയുന്നു, വടക്കോട്ട് പോകുന്തോറും മൂല്യം കൂടി വരുന്നു, ഇവയൊന്നുമല്ല. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി, വടക്കോട്ട് പോകുന്തോറും മൂല്യം കൂടി വരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്ന് പഠിച്ചതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ഗവർണർ ആണല്ലേ? നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് ആരാ? നീക്കം ചെയ്യുന്ന ആരാ പിള്ളേരെ? നീക്കം ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഓക്കെ, നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്ന ആരാ? നിയമിക്കുന്നത് ഗവർണർ. നീക്കം ചെയ്യുന്നത് ആരാ? നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. അപ്പൊ അത് രണ്ടും ഓർത്തോണം കേട്ടോ. അത് രണ്ടും, അതായത് നമ്മുടെ സംസ്ഥാന PSCയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും. ഓക്കെ, സംസ്ഥാന PSCയും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഓർത്തിരിക്കുക. ഓക്കെ, ശരി, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണത്. രാജിക്കത്ത് ആർക്കാ കൊടുക്കുന്ന? രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാ? രാജിക്കത്ത് ഗവർണർക്കാണേ. രാജിക്കത്ത് ഗവർണർക്കാണ്. നീക്കം ചെയ്യുന്നത് മാത്രം രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് മാത്രം രാഷ്ട്രപതിയാണ് കേട്ടോ. നീക്കം ചെയ്യുന്നത് മാത്രം രാഷ്ട്രപതി. ഓക്കെ, ബാക്കി ഗവർണറാണ്. ഓർത്തിരിക്കുക. അടുത്ത 2005 വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുക, അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിലെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, ഗവൺമെന്റ് പ്രവർത്തനം സുതാര്യമാക്കുക. ഓക്കെ, ഞാൻ ഇന്നലെ അത് യൂട്യൂബിൽ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിവരാവകാശ നിയമത്തെ കുറിച്ച് SCERT പറയുന്ന കാര്യങ്ങൾ അതിൽ ഇത് പറയുന്നുണ്ട്. ഈ 4 കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഇതെല്ലാം ശരിയാണ് അല്ലെ? ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ,
വിവരാവകാശ നിയമം SCRT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വേണം, സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഉൾപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ലഭിക്കുന്ന വിവരങ്ങളും ലഭിക്കാത്ത വിവരങ്ങളും അത് പഠിച്ചിരിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ലഭിക്കുന്ന വിവരങ്ങളും ലഭിക്കാത്ത വിവരങ്ങളും അത് നമ്മൾ ആ ഒരു പഠിച്ചില്ലേ, പഠിച്ച ആ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല. അത് നമുക്ക് കറക്കി കുത്തിയൊക്കെ ചോദിക്കും, മനസ്സിലായി? അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇട്ടൊക്കെ ചോദിക്കും, മനസ്സിലായ? എന്നാൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് ചെയ്യും. അതായത് ഭരണഘടനയിൽ നിന്ന് 2023-ലും 24-ലും ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ്, സുപ്രധാന നിയമങ്ങൾ 2023-24 ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ്, മനസ്സിലായില്ലേ? ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ആ രീതിയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. പഠിക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. കുത്തിയിരുന്ന നിയമങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സാമ്പത്തിക നീതിയെ കുറിച്ച് പരാമർശിക്കുന്നത്? ഏത് ഭാഗത്താണ് സാമ്പത്തിക നീതിയെ കുറിച്ച് പരാമർശിക്കുന്നത് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. സാമ്പത്തിക നീതി മൗലിക അവകാശങ്ങളിലാണോ, നിർദ്ദേശക തത്വങ്ങളിലാണോ, അവശിഷ്ടാധികാരങ്ങളിലാണോ, മൗലിക ചുമതലകളിലാണോ? അവിടെ ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലേ? നിർദ്ദേശക തത്വങ്ങളിലാണ്. അതെ, നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓക്കെ, അതാണ് ആൻസർ വരുന്നത്. നിർദ്ദേശക തത്വങ്ങളാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത്, പൗരത്വ വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? പൗരത്വ വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കമന്റ് ചെയ്തേ, കാരണം പൗരത്വം പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക്. ഓപ്ഷൻ ബി 11ആണ്. ഓപ്ഷൻ ബി 11ആണ് അല്ലേ? ഓപ്ഷൻ ബി 11ആണ് ആൻസർ വരുന്നത്. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്നതെന്നാണ്. ഓക്കെ, വായിച്ച് കിട്ടിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി പരമാധികാരമാണ്. പരമാധികാരം. ഓക്കെ, നമ്മൾ മറ്റേ പസോമാചേരി പഠിച്ച ഓർമ്മയുണ്ടല്ലോ. പസോമാചേരി ഓർത്തിരിക്കുക. നമുക്ക് അത് ചോദിക്കും. ഇങ്ങനെ നമുക്ക് ഈ വാക്കുകൾ തന്നെ 4 ഓപ്ഷനായിട്ട് തരും. 4 ഓപ്ഷനായിട്ട് തന്നിട്ട് തിരിച്ചും മറിച്ചും ചോദിക്കും, ഇതിൽ ശരിയായ ക്രമം ഏതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആമുഖം ആരംഭിക്കുന്നത് ഓർത്തിരിക്കുക. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ അത് പഠിച്ചായിരുന്നു. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്ത്, പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേരെ, ഓപ്ഷൻ ബി സ്വാമി ആനന്ദ തീർത്ഥനാണ് കേട്ടോ. സ്വാമി ആനന്ദ തീർത്ഥനാണ് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത്. അപ്പൊ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ച കുട്ടികളെ സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥനാണ് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത്. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാതി വിരുദ്ധ സമരം അല്ലാത്തത് ഏതാണ്? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജാതി വിരുദ്ധ സമരം അല്ലാത്ത ഏതാണ് ചോദ്യം. ആലോചിച്ചോളൂ. കമന്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അതായത് ചെങ്ങറ പത്തനംതിട്ടയിലെ ചെങ്ങറ സമരം എന്താണത്? ഭൂസമരമാണ് അല്ലേ? ചെങ്ങറ ഭൂസമരമാണ്. ഓക്കെ, ബാക്കി 3 നമുക്കറിയാം. ചാന്നാർ ലഹളയായാലും ഗുരുവായൂർ സത്യാഗ്രഹമായാലും വൈക്കം സത്യാഗ്രഹമായാലും എന്താണ്? ജാതി വിരുദ്ധ സമരങ്ങളാണ്. ജാതി വിരുദ്ധ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് അല്ലേ? ഓക്കെ, അതായത് നമ്മൾ ചാന്നാർ ലഹള മറ്റേ മാറുമടയ്ക്കാൻ വേണ്ടി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്, അതായത് ചാന്നാർ സ്ത്രീകൾക്ക്, പ്രധാനമായും ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും, ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്ടാ? ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. വൈക്കം സത്യാഗ്രഹം എന്താണ്? വൈക്കം സത്യാഗ്രഹം വഴിയാണ്. അത് നമ്മള് വൈക്കം ശിവക്ഷേത്രത്തിന് സമീപത്തിലുള്ള വഴി എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത്? വൈക്കം. ഇത് നമുക്ക് ചോദിക്കാറുണ്ടേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊന്നും പണ്ട് ചോദിക്കാറുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം.
അടുത്ത് അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥന നായകൻ ആരാണ്? അതാണ് ചോദ്യം. അമൃതവാണി. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമികളാണ്. ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമികളാണ്. ഈ ആഗമാനന്ദന്റെ രണ്ട് സംഭവങ്ങൾ പഠിച്ചോളാം. അമൃതവാണിയും പ്രബുദ്ധ കേരളവും. അമൃതവാണിയും പ്രബുദ്ധ കേരളവും അത് രണ്ടും ഓർത്ത് വെച്ചോണം കേട്ടോ. അമൃതവാണിയും പ്രബുദ്ധ കേരളവും ഇത് രണ്ടും PSC ചോദിക്കുന്ന സാധനമാണ്. ആഗമാനന്ദ സ്വാമികളുടെ അമൃതവാണിയും പ്രബുദ്ധ കേരളവും നിങ്ങൾ കണ്ടു കിടന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോഴും അതിൽ കണ്ടു കാണും അല്ലേ? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. ഓക്കെ, പ്രബുദ്ധ ഭാരത് ആരംഭിച്ച ആരാ? പ്രബുദ്ധ ഭാരത് ആരംഭിച്ച പ്രബുദ്ധ ഭാരത് ആരംഭിച്ചത് വിവേകാനന്ദനാണ്. കേട്ടാ. പ്രബുദ്ധ ഭാരത് വിവേകാനന്ദനും പ്രബുദ്ധ കേരളം ആരംഭിച്ചത് ആഗമാനന്ദനുമാണ് കേട്ടാ. പ്രബുദ്ധ കേരളം ആരംഭിച്ചത് ആഗമാനന്ദൻ, പ്രബുദ്ധ ഭാരത് ആരംഭിച്ചത് വിവേകാനന്ദൻ. ഓക്കെ, ഉദ്ബോധനം വിവേകാനന്ദനാണ്. ഉദ്ബോധനം പ്രബുദ്ധ ഭാരതം ആരാണ്? വിവേകാനന്ദനാണ്. ഈ പ്രബുദ്ധ കേരളവും അമൃതവാണിയും ആരാണ്? അത് ഈ പറയുന്ന ആഗമാനന്ദനാണ്. ഓക്കെ, അടുത്ത് താരഹാരം ആരുടെ രചനയാണ്? ഓക്കെ, കമന്റ് ചെയ്തോളൂ. താരഹാരം ആരുടെ രചനയാണ്? ഓപ്ഷൻ സി ഉള്ളൂരാണ് കേട്ടോ. ഓപ്ഷൻ സി ഉള്ളൂരിന്റെ രചനയാണ് താരഹാരം കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. താരഹാരം ആരുടെ രചനയാണ്? ഉള്ളൂരിന്റെയാണ്. ഓക്കെ, നിങ്ങൾ ഈ കൃതികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ, നമുക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കാനോ അങ്ങനെ ആ രീതിയിലൊക്കെ തെറ്റായ ജോഡിയൊക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ LDC പരീക്ഷ ഉള്ള ആൾക്കാര് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ ഡെയിലി ഇപ്പോഴേ പഠിക്കുക, കുറേശ്ശെയൊക്കെ എഴുതിയൊക്കെ പഠിക്കുക, കണക്ഷനൊക്കെ വെച്ച് പഠിക്കുക. നമ്മൾ പഠിപ്പിച്ചു തരും, എന്നാലും അതിന് ലിമിറ്റ് ഉണ്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട്. കാരണം ഒരുപാട് ആൾക്കാരും ഒരുപാട് കൃതികളും ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറേശ്ശെ പഠിക്കുക. LPP-കാർക്കും ഉണ്ട്. കാരണം LPP-കാർക്ക് ആ സാഹിത്യം എടുത്ത് പറയുന്നത് കൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക, കുറേശ്ശെ കൃതി പഠിച്ചു വയ്ക്കുക. എനിക്ക് എൻ്റെ ഒരു കണക്ഷൻ ശരിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നുകിൽ തെറ്റായ ജോഡിയായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായ? കൃതികളും രചയിതാക്കളും അതുപോലെ തന്നെ കൃതികളും കഥാപാത്രങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിലേക്ക് കുറേശ്ശെ പഠിച്ചു വെക്കുക. ഓക്കെ, ശരി. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് റാങ്ക് മേക്കാണ്ട് വരുന്ന സാധനങ്ങൾ. പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രാധാന്യം മനസ്സിലാക്കി എന്ത് ചെയ്യുക, കുറേശ്ശെ പഠിച്ചു വെക്കുക. അടുത്ത താഴെ പറയുന്നതിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പോയിന്റ്. കേരളീയ സമൂഹത്തിന്റെ ആധുനീകരണം രണ്ടാമത്തെ പോയിന്റ്. അച്ചടിയുടെ ആരംഭവും ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും മൂന്നാമത്തെ പോയിന്റ്. ചികിത്സാ രംഗത്തും കുടുംബഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. മനസ്സിലായ? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ്. ഓക്കെ, അതായത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ BEM അതുപോലെ തന്നെ CMS LMS അതൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, അതെല്ലാം ഈ പറയുന്നതാണ്. അടുത്ത് സമൂഹത്തിന്റെ ആധുനീകരണം അത് കറക്റ്റാണ്. കാരണം നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ കണ്ടിട്ടാണ് ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രിട്ടീഷുകാർ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ, അതായത് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ ഇപ്പോഴും പലയിടത്തും രാജഭരണവും നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേനാ, നമ്മൾ പല അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നേനാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. മനസ്സിലായില്ലേ? ഗുണമുണ്ട് ദോഷമുണ്ട്. കൂടുതൽ ദോഷമെന്ന് മാത്രമേ ഉള്ളൂ, ദോഷം കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. ഓക്കെ, ശരി. അടുത്തത് തന്നെ അച്ചടിയുടെ ആരംഭവും അതുപോലെ ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും. ഓക്കെ, അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും കുടുംബഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്, ശരിയാണ്. പിന്നെ നിങ്ങൾ ബ്രിട്ടീഷുകാരനാക്കുകയോ അല്ലെങ്കിൽ രാജ്യദ്രോഹിയാക്കിയൊന്നും ചെയ്യരുത് കേട്ടാ. ഇയാള് എന്ത് രാജ്യത്തിന് അങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് എനിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും പിള്ളേരെ. ഓക്കെ,
ആ സംസ്ഥാന ഈ ഞാൻ PSC പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കേരള നവോത്ഥാനം ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിലെ ചിന്ത എന്നറിയാമോ? അത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണ് കേരള നവോത്ഥാനം എന്നായിരുന്നു എന്റെ ആദ്യത്തെ തോന്നല്. മനസ്സിലായ? എന്നാൽ അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയായിരുന്നു ഈ കേരള നവോത്ഥാന നായകര് പ്രവർത്തിച്ചതെന്നാണ് പിന്നെ മനസ്സിലായത്. ഓക്കെ, ആ പണ്ട് ഈ അയ്യങ്കാളിയുടെ ഉരുട്ടമൽ ലഹളയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിന് പകരം പ്രവേശിക്കാത്തതിന് പകരം പ്രശ്നമാണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ് കേരളം ഭ്രാന്താലയമാണെന്ന്. ഓക്കെ, ശരി. അപ്പൊ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ശരിയല്ലാത്ത, തെറ്റായ പ്രസ്താവന ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. തെറ്റായത് എന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ. സി, 3 മാത്രമാണ് തെറ്റ്. കാരണം അധ്യക്ഷൻ ആരാണ് കുട്ടികളെ? അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അടുത്ത 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇതിൽ ഏതൊക്കെയാ ഉൾപ്പെടുന്നത്? വളരെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിച്ചു, മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു. ഓക്കെ, എത്ര പഞ്ചവത്സര പദ്ധതി നേട്ടങ്ങൾ എത്രയാണ് പറയണ്ടേ? എത്ര പഞ്ചവത്സര പദ്ധതി നേട്ടം കഴിഞ്ഞാൽ 12 ആണ് കേട്ടോ. 12 പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്കത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 2014 വരെ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം അത് എത്രയാണ് കുട്ടികളെ? അത് 12 ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് അത്. ഓക്കെ, അടുത്ത് ചുവടെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950-55, രണ്ടാം പഞ്ചവത്സര പദ്ധതി മെഹ്ലനോബിസ് മാതൃക, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഹറോഡ് ഡോമർ മാതൃക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി കടാവ്. ഓക്കെ, ഉത്തരം പോരട്ടെ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കാരണം ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 ആണ്. 51-56 ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്ത 19ാം ചോദ്യം, ഇന്ത്യയിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത്, താഴെ തന്നിരിക്കുന്നവ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ബംഗാൾ വിഭജനം, കുറിച്യൽ കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. കഴിഞ്ഞ് തമ്പ് കൊടുത്തോ? ഓക്കെ, ഏതാ ആൻസർ കിട്ടിയേ? ഓപ്ഷൻ ബി. ഇതിൽ ആദ്യം ഏതാ വരുന്നത് പിള്ളേരെ? ആദ്യം വരുന്നത് കുറിച്യൽ കലാപം 1812. രണ്ടാമത് വരുന്ന ഏതാ? രണ്ടാമത് സ്വാതന്ത്ര്യ സമരം 1857 സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അടുത്ത മൂന്നാമത് വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം 1885. നാലാമത് വരുന്നത് ഏതാ? ബംഗാൾ വിഭജനം 1905. ഓക്കെ, അതായത് ഇവിടെ ആദ്യം വരുന്നത് 3, രണ്ടാമത് വരുന്നത് 4, മൂന്നാമത് വരുന്നത് 1, നാലാമത് വരുന്നത് 2. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ബി വരും. ഓക്കെ, അടുത്ത്, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ, അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവയിൽ ശരിയായത് ഏതല്ല? ഓക്കെ, ശ്രദ്ധിച്ച് വായിച്ച് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് വയ്ക്കുക. ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞിട്ട് തമ്പ് ഇടണേ.
കഴിഞ്ഞു. ഓക്കെ, ശരി. ഉത്തരം ഒന്ന് പറഞ്ഞേ. ശരിയായതാ ചോദിച്ചിരിക്കുന്നേ പിള്ളേരെ. പിള്ളേരെ ഒന്ന് നോക്കാം. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അതായത് പീച്ചി മണലിപ്പുഴ കറക്റ്റ് ആണ്. പീച്ചി മണലിപ്പുഴ കറക്റ്റ് ആണ്. പ്രീവിയസ് ചോദ്യം ഉണ്ടോ? പീച്ചി മണലിപ്പുഴ പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ. അതുപോലെ കക്കി പമ്പയും ശരിയാണ്. നെയ്യാർ എവിടെയാ? നെയ്യാർ ഡാം എവിടെ പിള്ളേരെ? നെയ്യാർ ഡാം നെയ്യാറിലാണ്. അതാ തിരുവനന്തപുരം പറഞ്ഞത്. അവിടെ നെയ്യാർ ഡാം കരമന ആറിലല്ല. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൽ തന്നെയാണ്. ഓക്കെ. പേപ്പാറ ഡാം ആണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പേപ്പാറ ഡാമാണ് കരമനയാറിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പേപ്പാറ. നെയ്യാറിലും പേപ്പാറ കരമനയിലുമാണ് കേട്ടോ. പേപ്പാറ കരമനയിലുമാണ്. ഓക്കെ. മാട്ടുപ്പെട്ടി പെരിയാറിയല്ല. അതായത് മൂന്നാമത്തെ മാത്രം തെറ്റാണ്. അപ്പൊ ശരിയായത് 1, 2, 4 ശരിയാണ് കേട്ടോ. 1, 2, 4 ശരിയാണ്. പീച്ചി മണലിപ്പുഴ മറക്കണ്ട കേട്ടാ. പീച്ചി മണലിപ്പുഴ മറക്കണ്ട. പ്രീവിയസ് ചോദ്യമാണത്. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്നാണ് ചോദ്യം. 21ാം ചോദ്യം. കേരളത്തില് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിൽ എന്നാണ്. ഓക്കെ, കമന്റ് ചെയ്തേ. ആൻസർ ഏതാ? ഓപ്ഷൻ സി വയനാടാണ്. ഓക്കെ. ആ തടാകത്തിന്റെ പേരെന്താ? മേപ്പാടി തടാകം. മേപ്പാടിയാണ്. അതിന് വേറൊരു പേരും ഉണ്ട്, അറിയോ? മേപ്പാടി തടാകത്തിന് വേറൊരു പേരും ഉണ്ട്. ചെമ്പ്ര തടാകം എന്ന് പറയും. ചെമ്പ്ര. കാരണം ചെമ്പ്ര കൊടുമുടിയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ്ര എന്ന് പറയും കേട്ടോ. ചെമ്പ്ര. ഓക്കെ. ചെമ്പ്ര തടാകമെന്നും ചെമ്പ്ര തടാകമെന്നും അതുപോലെ എന്തും പറയും പിള്ളേരെ? ചെമ്പ്ര തടാകമെന്നും പറയും, അതുപോലെ മേപ്പാടി തടാകമെന്നും പറയും. രണ്ടും ആ പേരും അതിൻ്റെതാണ് കേട്ടോ. ഓക്കെ. അടുത്ത് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതാണ് ചോദ്യം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സാക്ഷരതാ നിരക്ക് കൂടി ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം കേരളമാണ്. ഇതിൽ ശരിയല്ലാത്ത ഏതാണ് ചോദ്യം? ശരിയല്ലാത്തത് വളരെ ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ ആദ്യം പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം കേരളം. അത് തെറ്റാണ്. ആദ്യമേ പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ് ആണോ പ്ലാസ്റ്റിക് നിരോധിച്ചത്? ഇവിടെ ആദ്യമേ പ്ലാസ്റ്റിക് നിരോധിച്ചത് സിക്കിമാണ് ആദ്യം പ്ലാസ്റ്റിക് നിരോധിച്ചത്. ഓക്കെ. സിക്കിമാണ് ആദ്യമേ പ്ലാസ്റ്റിക് നിരോധിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിക്കിമാണ് ആദ്യം പ്ലാസ്റ്റിക് നിരോധിച്ചത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ശരി. ഈ നമ്മുടെ നരേന്ദ്രമോദി കേരളത്തെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു ആഫ്രിക്കൻ പെൺകുട്ടിയുടെ ചികിത്സയെ കുറിച്ച് പറയുന്ന ഒന്ന് കണ്ടു നോക്കണം കേട്ടാ. അതായത് കേരളത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് കേരളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ആ വീഡിയോ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ല യൂട്യൂബ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് കാണുന്നത് മനസ്സിലാവും. ഇപ്പൊ പോവല്ലേ ദൈവം. ഇപ്പൊ ആ യൂട്യൂബിൽ പോവരുതേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ശരി. ഹൈപ്പർ പിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹൈപ്പറാണ് കേട്ടാ. കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയം, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതല്ല? ഓക്കെ, നല്ല കാര്യമാണോ? തീർച്ചയായും നല്ല കാര്യമാണ്. നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറയാൻ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഫീല് തോന്നി, ഒരു സന്തോഷം തോന്നി. ഓക്കെ, ശരി. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. അതായത് കായംകുളത്ത് നാഫ്തയാണ്. ബ്രഹ്മപുരത്ത് ഡീസലാണ്. നല്ലളവും ഡീസലാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കായംകുളം നാഫ്ത, ബ്രഹ്മപുരം ഡീസൽ, നല്ലളം ഡീസൽ. പിന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മളെ എവിടെയാണ്? ചീമേനിയിൽ എന്താണ്? ചീമേനിയില് പ്രകൃതിവാതകം അല്ലെങ്കിൽ എന്താണ്?
LNG അല്ലേ? LNG. ആ, LNG ആണ് കേട്ടാ. ഓക്കെ, LNG ആണ്. ഓർത്തിരിക്കുക. കായംകുളം പൂട്ടിയാടാ. കായംകുളം പൂട്ടി എന്നൊക്കെ കമന്റ് ചെയ്തു. ഓക്കെ, കുട്ടികളെ BSc ചോദിക്കും. മനസ്സിലായിക്കോ. ആ, ശരി. അടുത്ത 25-ാം ചോദ്യം. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം എന്നാണ്? കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി 1, 2, 3. 3 ശരിയാണ്. 3 ശരിയാണ് കേട്ടോ. 3 ശരിയാണ്. അടുത്ത് 26-ാമത്തെ ചോദ്യം. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്ര ദിവസമാണ്? ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി 13, 14 ദിവസമാണ്. 13, 14 ദിവസം. നമ്മളിത് പഠിച്ചു കേട്ടോ. നമ്മള് ഞാറ്റുവേല എത്ര ഉള്ളത് പഠിച്ചു. ഞാറ്റുവേല എത്രയാ ഉള്ളത്? എത്ര ഞാറ്റുവേലയുള്ളത് ഒരു വർഷത്തിൽ? 27 ഞാറ്റുവേല. 27 ഞാറ്റുവേല ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ അത് ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. അതായത് 365 ദിവസമല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് നോക്കിയാൽ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. 30 ദിവസം വരുമ്പോൾ 12 മാസം. 30 ദിവസം 12 മാസം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ അപ്പൊ 27 ആകുമ്പോൾ എത്ര വരും? 13, 14. ഓക്കെ, ആ രീതിയിൽ ഓർത്തിരിക്കാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ മനസ്സിലാകാന്തോ? ഇല്ലെങ്കിൽ നിങ്ങൾ 365 ഡിവൈഡ് നോക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് പാലക്കാട് പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ. പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര്. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ഒലവക്കോടാണ് കേട്ടോ. ഒലവക്കോടാണ് ആൻസർ. ഒലവക്കോട്. ഓക്കെ, അടുത്ത് ബോറ ഗുഹ ഏത് സംസ്ഥാനത്താണ്? ബോറ ഗുഹ ഏത് സംസ്ഥാനത്താണ്? ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേരെ ബോറ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ. ബോറ ഗുഹ ആന്ധ്രാപ്രദേശിലാണ്. ബോറ ഗുഹ ആന്ധ്രാപ്രദേശിലാണ്. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് ആൻസർ. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അറിഞ്ഞാത്ത എഴുതിയുള്ള മാർക്ക് കൂടെ കളയരുത്. അടുത്ത് 29-ാം ചോദ്യം. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ലിഗ്നൈറ്റ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തോ. ഓപ്ഷൻ ഡി വർക്കലയാണ്. ഓപ്ഷൻ ഡി വർക്കലയാണ്. വർക്കലയാണ് ആൻസർ വരുന്നത്. വർക്കല. അടുത്ത 30-ാം ചോദ്യം. കേരളരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി താരമാരാണ്? കേരളരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി താരമാരാണ്? ഓക്കെ, ആൻസർ കമന്റ് ചെയ്തോ. ഓപ്ഷൻ ബി KM ബീനാമോൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചേ ഉള്ളൂ. ഓക്കെ, ബീനാമോൾക്കാണ് കിട്ടിയതൊക്കെ ആദ്യമായി കിട്ടിയതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ഇതൊക്കെ ചോദിക്കുന്ന സ്പോർട്സിനുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും. അടുത്ത 31-ാമത്തെ ചോദ്യം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഏതാണ്? അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഏതാണ്? ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി സ്വയംവരമാണ്. ഓപ്ഷൻ ബി സ്വയംവരമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഓപ്ഷൻ ബി സ്വയംവരമാണ്. സ്വയംവരം. ഓക്കെ, അടുത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവൽ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവല് കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി പ്രേമലേഖനമാണ്. ഓപ്ഷൻ സി പ്രേമലേഖനമാണ്. ഓപ്ഷൻ സി പ്രേമലേഖനം കേട്ടാ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവല് ഓപ്ഷൻ സി പ്രേമലേഖനം. ഓക്കെ, നമ്മളൊക്കെ ആദ്യം എഴുതിയ കത്താണ് പ്രേമലേഖനം അല്ലേ? അങ്ങനെ അത് നോവലാക്കി എഴുതി. നമ്മളെ കത്തായിട്ട് എഴുതി. ശരിയല്ലേ? എഴുതിയിട്ടില്ലേ? പണ്ട് ഒരു കോമഡി മറ്റേ ഒരു കത്ത്, നീ എന്തിന് ചാണകം ഞാനല്ലേ ചാണകം എന്നും പറഞ്ഞിട്ടൊക്കെ. നമ്മളൊക്കെ പണ്ട് ഈ സ്കൂളിലും കോളേജിൽ പഠിക്കാൻ ഇറങ്ങിയ സാധനമാണ്. അത് ഭയങ്കര അത് ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ആ സമയത്ത് ഒരു ട്രെൻഡിങ് കോമഡി ആയിരുന്നു. അടുത്ത് ഇന്ത്യയില് IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നതാണ് ചോദ്യം.
ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17ആണ്. 2000 ഒക്ടോബർ 17ആണ്. ഓക്കെ, 2000 ഒക്ടോബർ 17. ഇത് IT പഠിപ്പിക്കും കേട്ടോ. IT പഠിപ്പിക്കും. അതിൽ മറ്റേ കണക്ഷനൊക്കെ ഉണ്ട്. കണക്ഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഓരോന്ന് ഓർത്തിരിക്കാൻ പറ്റും. അതിൽ മാർക്ക് വീഴും. നിങ്ങൾക്ക് IT എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് IT പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. IT ആക്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ 3 മാർക്കിൽ 1 മാർക്ക് നമുക്ക് IT ആക്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. കണക്ഷൻ വെച്ച് പഠിച്ചിരിക്കാം. അടുത്ത്, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം. ഓക്കെ, കമന്റ് ചെയ്തേ. പിള്ളേർ ഓപ്ഷൻ ബി ഹിന്ദു സ്വരാജ് ആണ്. ഓപ്ഷൻ ബി ഹിന്ദു സ്വരാജ് ആണ് ആൻസർ കേട്ടാ. ഹിന്ദു സ്വരാജ് ആണ് ആൻസർ. ഹിന്ദു സ്വരാജ്. ഓക്കെ, ഹിന്ദു സ്വരാജ്. അടുത്ത്, ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നത് ഹിന്ദു സ്വരാജ് വർഷം 1909. അത് SCL ആ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. 1909 അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടാ. അത് ഓർത്തി, അതും ചോദിച്ചു. ഹിന്ദു സ്വരാജ് ഏത് വർഷമാണ് പുറത്തിറങ്ങിയത്? 1909. അതും ചോദ്യമാണ് കേട്ടോ. അതും പ്രീവിയസ് ചോദ്യമാണ്, ഓർത്തിരിക്കണേ. അതായത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞാൽ ഹിന്ദു സ്വരാജിലാണ് കേട്ടോ. ഹിന്ദു സ്വരാജിൽ. അടുത്ത, ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഇന്ത്യൻ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷനെ തിരുപ്പതി ക്ഷേത്രമാണ്. ഓപ്ഷനെ തിരുപ്പതി ക്ഷേത്രമാണ്. പക്ഷെ ഈ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ആൻസർ മാറും. സീസൺ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ശബരിമലയായി മാറും. മനസ്സിലായ? ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഇന്ത്യൻ ക്ഷേത്രം ചോദിക്കുകയാണെങ്കിൽ അത് തിരുപ്പതിയാണ്. എന്നാൽ സീസൺ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം ചോദിക്കുകയാണെങ്കിൽ അത് ശബരിമലയായി മാറും. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദ്യം. പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടാത്തത്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി കോറമണ്ടൽ തീരമാണ്. ഓപ്ഷൻ ബി കോറമണ്ടൽ തീരമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടാത്തത്. അടുത്ത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതുമേഖല വളം നിർമ്മാണ ഫാക്ടറി. കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി സിന്ദ്രിയാണ്. ഓപ്ഷൻ സി സിന്ദ്രിയാണ് ആൻസർ. സിന്ദ്രി. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നീണ്ട ജോലി സമയവും കുറഞ്ഞ കൂലിയും ഏർപ്പെടുത്തി. ഓക്കെ, ഇതിൽ കുറിച്യർ കലാപത്തിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, എടാ, നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഈ നീണ്ട ജോലി സമയം കുറഞ്ഞ കൂലിയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, നിങ്ങളിത് കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ കറപ്പിക്കുന്നത്? ചുമ്മാ കറക്കി അടിക്കുകയാണ്. കാരണം നേരത്തെ ഇതുപോലെ 2 ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ഇത് 3 കാര്യങ്ങൾ. അതായത്, ഒന്ന്, കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. 3, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇത് 3 റീസൺ. ഓക്കെ, നീണ്ട ജോലി സമയം കുറഞ്ഞ കൂലിയൊന്നും ഏർപ്പെടുത്തി അതൊക്കെ അതൊന്നും പറയുന്നില്ല. മനസ്സിലായ? ഓക്കെ, ശരി. അപ്പൊ അത് ഓർത്തിരിക്കുക. അത് 3 ആൻസർ. അടുത്ത്, ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടാ. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. മനസ്സിലായ? ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അപ്പോഴിതുപോലെ പരീക്ഷയെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പിള്ളേരൊക്കെ ഡിസ്കസ് ചെയ്യുമല്ല. ഇപ്പോഴൊന്നുമല്ല, എനിക്കൊന്ന് ഒരു കുറച്ചു കാലം ആയെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു കൊറോണ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു പയ്യൻ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ അവന് ആൻസർ അറിഞ്ഞുകൂടെയിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോണത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ പരീക്ഷ എഴുതാൻ പോകുന്നത്? ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ജോലി എന്താണ്? ഗവൺമെന്റിന്റെ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ജോലി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇത് ചെയ്യുന്നത്. എത്ര പേർക്ക് അറിഞ്ഞുകൂടെ ഇപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴും?
അറിയാത്ത ആൾക്കാരുണ്ടായിരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ എന്നുള്ള കാര്യം പറയൂല, നിങ്ങൾക്ക് വെളിപ്പെടുത്തൂല. ഓക്കെ ശരി. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ് ഞാൻ പിടിച്ചേന. ഞാൻ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ക്ലാസ് നമുക്ക് മുഖത്തോക്കി പിടിക്കാൻ പറ്റും. ഓക്കെ ശരി ശരി. അടുത്ത് താഴെ തന്നിരിക്കുന്നതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? വിലക്കയറ്റവും ക്ഷാമവും സൃഷ്ടിച്ച അതൃപ്തി, ക്രിപ്സ് മിഷന്റെ പരാജയം, ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, ഇവയൊന്നുമല്ല. ഓക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഏതാ ആൻസർ? അതും ചുമ്മാ നേരത്തെ ഡി പറഞ്ഞിട്ട് തെറ്റിയത് കൊണ്ട് ഇപ്പൊ ഡി പറയാതിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആൻസർ ഡി ആണ് കേട്ടാ. ഇവയെല്ലാം വരുന്നുണ്ട്. വിലക്കയറ്റവും ക്ഷാമവും, ആ സമയത്ത് വിലക്കയറ്റവും ക്ഷാമവും അതൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും, പിന്നെ ക്രിപ്സ് മിഷന്റെ പരാജയവും, പിന്നെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ച വൈമനസ്യം, ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര രസമുണ്ട്. അത് ഓഫ്ലൈൻ ആയാലും ശരി, ഓൺലൈൻ ആയാലും ശരി. ഈ മണ്ടത്തിൽ എക്സാം ഹാളിൽ കാണിക്കരുത് കേട്ടാ. നന്നായി ആലോചിച്ച്, ഞാൻ പറഞ്ഞു നമ്മളൊരു പ്രൊഫഷണലിസം കാണിക്കണം കേട്ടാ. നമ്മളൊരു പട്ടാളക്കാരന് ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു ആക്യുറസി കേട്ടാ, ആ ഒരു ആക്യുറസി അതൊക്കെ നിങ്ങൾക്ക് വേണം. എടാ ഉൾപ്പെടാത്തവ ഏതെല്ലാം എന്നാ ചോദിക്കുന്നത്? ഉൾപ്പെടാത്തവ ഏതെല്ലാം എന്നാ ചോദിക്കുന്നത്? മനസ്സിലായ? ഉൾപ്പെടാത്തത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് കേട്ടാ.